ഗുഡ് ആഫ്റ്റർനൂൺ വിയേഴ്സ്. ഇന്ന് ഞാനിപ്പോൾ കാണുന്ന സ്റ്റോക്ക് നാരായണ ഹൃദയാലയ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ നാരായണ ഹൃദയാലയൻ്റെ ഈ സെയിൽ എന്ന് വെച്ചാൽ 5387 crores സെയിലുള്ളൊരു ഹോസ്പിറ്റലാണ്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 22%, പാറ്റ് 783 കോടിയുണ്ട്, സെയിൽസ് ഗ്രോത്ത് 8.52% ഉള്ളൊരു ഹോസ്പിറ്റലാണിത് നാരായണ ഹൃദയാല. അതിൻ്റെ പി നോക്കുക വെച്ചാൽ 38.5 ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം ഇഫ് യു ലുക്ക് അറ്റ് ദി അപ്പോളോ ഹോസ്പിറ്റൽ 68 പിയിൽ വന്നതും 88 പിയിൽ മാക്സ് ഹെൽത്ത് കെയർ വന്നതും. നാരായണ ഹൃദയാല ഈസ് എ ഗുഡ് ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. സോ എനിവേ ദിസ് ഈസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. യു ഹാവ് ടു കൺസൾട്ട് വിത്ത് യുവർ ഫൈനാൻഷ്യൽ അഡ്വൈസർ. പിന്നെ വേറൊരു കാര്യം പറയുന്നത് വിചാരിച്ചത്, നിങ്ങൾ വിചാരിക്കും പിന്നെ നമ്മൾ അമേരിക്കയിൽ ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അമേരിക്കയിൽ ജനിച്ചിട്ടുണ്ടായിരുന്ന എന്താ കാര്യം? അമേരിക്കയിൽ ജനിച്ചാലുള്ള വലിയൊരു ഗുണമെന്ന് വെച്ചാൽ യു ആർ റിയലി ഫോർച്ചുനേറ്റ്. You born in a wealthy country and very highly developed legal, educational and other infrastructure ഉള്ള ഒരു കൺട്രിയാണ്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചാലും ശ്രീലങ്കയിൽ ജനിച്ചാലും അല്ലെങ്കിൽ സുഡാനിൽ ജനിച്ചാലും റുവാണ്ടയിൽ ജനിച്ചാലും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം. നമ്മൾ ലീഗൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സ് ഗൾഫിൽ നിന്നെല്ലാം വലിയ പൈസയൊക്കെ ഉണ്ടാക്കിയാൽ ഇവിടെ വന്ന് പറയുന്നത് ഞാൻ സെൽഫ് മെയ്ഡ് മാനാണ്, ഞാനെല്ലാം എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഉണ്ടാക്കിയ പൈസ. ഓഫ് കോഴ്സ് ദേ ആർ ട്രൂ ഇൻ സർട്ടൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ അതിനൊരു കാര്യം വെച്ചാൽ ദേ മേ ബിൽഡ് എ ഫാക്ടറി ഓർ എ വെയർ ഹൗസ് ഇൻ ജബലാലി. ബട്ട് തിങ്ക് ഈസ് ഈ ജബലാലിയിൽ പോകാനുള്ള അവരെ റോഡ്സും അതിനുള്ള പോർട്ടും ഉണ്ടാക്കിയാറ് ഇറ്റ് ഇസ് ബിൽഡ് വിത്ത് പബ്ലിക് ടാക്സ് പേസ് മണിയാണ്. നിങ്ങൾ ഗുഡ്സ് മൂവ് ചെയ്യണ്ടേ? സോ അതിനുള്ള ആരാ പേ ചെയ്തത്? അതുപോലെ നിങ്ങൾ വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നു. യു വാണ്ട് ടു ഹയർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. സോ ബട്ട് ഹൂ പെയ്ഡ് ഫോർ ദ എഡ്യൂക്കേഷൻ? ഡിഡ് യു പേ ഫോർ ദ എഡ്യൂക്കേഷൻ? യുവർ പീപ്പിൾ ആർ സേഫ് ഇൻ ദ ഫാക്ടറി ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ സേഫാണ്. ബിക്കോസ് ഹൂ പേ ഫോർ ദ പോലീസ് ആൻഡ് ഫയർ ഫൈറ്റേഴ്സ്? ദ പബ്ലിക് ടാക്സ് മണി ദേ പേ ഫോർ ദ പോലീസ് ആൻഡ് ഫയർ ഫൈറ്റേഴ്സ്. സോ ഇതൊക്കെയെന്ന് വെച്ചാൽ ആൾക്കാർ പറയും, സി ദേ മേഡ് എ ബിഗ് ഫാക്ടറി, ദാറ്റ്സ് ദെയർ ഐഡിയ, ദാറ്റ്സ് ഗോഡ് ബ്ലസ് ദം. ബട്ട് തിങ്ക് ഈസ് ദാറ്റ് ദേ ഹാവ് ലോട്ട് ഓഫ് social responsibility. So when you become more and more rich, you have to give back to the society. സോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ് സോ അതാണ് വാറൻ ബഫറ്റിൻ്റെ പറഞ്ഞത്, someone is sitting in the shades today because someone has planted a tree a long time ago. സോ ഇത് ഇവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലത്. അത്രയും എനിക്ക് പറയുള്ളൂ. എനിവേ മാർക്കറ്റ് ഏതായാലും ക്ലോസ് ചെയ്യാനായി. സോ ഇറ്റ്സ് എ ഗുഡ് ഡേ. ഐ ഹോപ്പ് യു ഓൾ മെയ്ഡ് മണി. താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ.